ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CSEB ആൻഡ് PSC മാത്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ജനറൽ ബോഡി ഈസ് ഇൻ ഡാഷ്. ഫസ്റ്റ് ജനറൽ ബോഡിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് എവിടെയാണ്? സെക്ഷനിലാണോ റൂളിലാണോ? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. റൂൾ 8. റൂൾ 8ലാണ് ഫസ്റ്റ് ജനറൽ ബോഡിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോറം ഫോർ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എനി സൊസൈറ്റി. ഏതെങ്കിലും ഒരു സൊസൈറ്റി അല്ലെങ്കിൽ എല്ലാ സൊസൈറ്റിയുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എത്രയായിരിക്കും? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ജസ്റ്റ് എബോവ് 50%. ജസ്റ്റ് എബോവ് 50% ആണ് മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോം നമ്പർ 1 ഡീൽസ് വിത്ത് ഡാഷ്. കേസസ് ആക്ടിലെ ഫോം നമ്പർ 1 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഫോമാണ് ഫോം നമ്പർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ ഫീസ് ഓഫീസ് ഓഫ് സൊസൈറ്റി വിതിൻ ആൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ എ താലൂക്ക്. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ എ താലൂക്ക് ആണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസാണ് ചോദിച്ചിരിക്കുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 2000. രജിസ്ട്രേഷൻ ഫീസ് ഓഫ് എ സൊസൈറ്റി വിതിൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിതിൻ എ താലൂക്ക് ആണെങ്കിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2000 ആണ് രജിസ്ട്രേഷൻ ഫീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓഫ് ഓഡിറ്റർ ഈസ് ഡാഷ്. ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ജനറൽ ബോഡി. ജനറൽ ബോഡിയാണ് സാധാരണ ഒരു സൊസൈറ്റിയുടെ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഫൈൻ ഇഫ് ആൻ അൺഓതറൈസ്ഡ് യൂസ് ഓഫ് ദ വേർഡ് കോപ്പറേറ്റീവ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. കോപ്പറേറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പദം അൺഓതറൈസ്ഡ് ആയിട്ട് ഉപയോഗിച്ചാൽ അതിനുള്ള ഫൈന് എത്ര രൂപയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 2000 rupees ആണ് അതിൻ്റെ ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 2 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത്. കേസസ് ആക്ടിൻ്റെ റൂൾ 2 എന്തിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു? കേസസ് ആക്ടിൻ്റെ റൂൾ 2. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഡെഫിനിഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന റൂളാണ് റൂൾ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 1 ഓഫ് കേസസ് ആക്ട് ഡീൽസ് വിത്ത്. കേസസ് ആക്ടിൻ്റെ സെക്ഷൻ 1 എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുക? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രിയാമ്പിൾ. പ്രിയാമ്പിളിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന കേസസ് ആക്ടിൻ്റെ സെക്ഷനാണ് സെക്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ജനറൽ ലെഡ്ജർ കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ ലെഡ്ജർ എത്ര നാളുകൾക്ക് വേണ്ടിയാണ് സൂക്ഷിക്കുക? കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. പെർമനൻറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജനറൽ ലെഡ്ജർ കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് പെർമനൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു റെക്കോർഡാണ് ജനറൽ ലെഡ്ജർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the president of a new committee shall be elected within dash days from the date of election. ഇലക്ഷൻ നടന്നിട്ട് എത്ര നാളുകൾക്കുള്ളിൽ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യണമെന്നാണ് കേസസ് ആക്ട് പറഞ്ഞിരിക്കുക? അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വിതിൻ 1 week. വിതിൻ 1 weekനുള്ളിൽ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യണമെന്നാണ് കേസസ് ആക്ടിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.